വയനാട് സുഗന്ധഗിരി മരമുറിയിൽ DFO സജ്ജനയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ. DFOയ്ക്ക് പുറമെ കൽപ്പറ്റ റേഞ്ച് ഓഫീസറടക്കം 18 പേർക്കെതിരെയാണ് നടപടിയെടുക്കാൻ വനം വകുപ്പ് ശുപാർശ നൽകിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്കും സാധ്യത. സർക്കാർ നിയോഗിച്ച പ്രത്യേക വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. DFO ഉൾപ്പെടെ 18 വനം വകുപ്പ് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയത്. ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ ടീമിന്റെ അന്വേഷണം 2 ദിവസത്തിന് മുമ്പ് അവർ പൂർത്തിയാക്കുകയും അവരുടെ റിപ്പോർട്ട് സർക്കാരിന് ഇന്നലെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാച്ചർ തസ്തിക മുതൽ DFO തലം വരെയുള്ള ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാനുണ്ടോ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ വനം വകുപ്പ് വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DFO സജ്ജന കൽപ്പറ്റ, റേഞ്ച് ഓഫീസർ നീതു K, ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സജീവൻ K, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KK ചന്ദ്രൻ, വീരാൻകുട്ടി, 7 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, 6 വാച്ചർമാർ എന്നിവർക്കെതിരെയുമാണ് നടപടി വരിക. സുഗന്ധഗിരി ആദിവാസി കോളനിയിലെ വീടുകൾക്ക് ഭീഷണിയായി നിന്ന 20 മരങ്ങൾ മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ 126 മരങ്ങൾ മുറിച്ച സംഭവത്തിലാണ് നടപടി. മരം മുറിയുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത ശേഷവും ഫീൽഡ് പരിശോധന പോലും നടത്താതെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ജനം, വയനാട്.